പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നിരവധി പേരുകളുണ്ട്. അവയിലെ ചില പേരുകളും അതിന് വരാനുള്ള കാരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമതായി, വിശുദ്ധ ഖുർആനിൽ ആദ്യമായി വായിക്കപ്പെടുന്നതും മുസ്ഹഫിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയാനുള്ള കാരണം. ഫാത്തിഹയുടെ അർത്ഥം തന്നെ പ്രാരംഭം, തുടക്കം എന്നിവയാണ്. രണ്ടാമതായിട്ട് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ എന്നാണ് ഫാത്തിഹയെ വിശേഷിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അത്യുത്കൃഷ്ടമായിട്ടുള്ള ഗുണവിശേഷങ്ങളും ഏകദൈവ സിദ്ധാന്തവും അഥവാ തൗഹീദും മരണാന്തര ജീവിതവും പ്രതിഫല നടപടികളും തുടങ്ങി ഖുർആൻ ചർച്ച ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുടെയും സാരാംശം സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാരണത്താലാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരു പേരാണ് അസാസുൽ ഖുർആൻ. ഖുർആനിൻ്റെ വിജ്ഞാനങ്ങളുടെ മൗലികാവകാശങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുള്ള സൂറത്ത് എന്ന നിലക്കാണ് ഫാത്തിഹയ്ക്ക് അസാസുൽ ഖുർആൻ എന്ന പേര് പറയുന്നത്. മറ്റൊന്ന് സൂറത്തുൽ കൻസ് എന്നുള്ളതാണ്. വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹയെ സൂറത്തുൽ കൻസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേരാണ് സൂറത്തുൽ കാഫിയ അഥവാ മതിയായത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിരുത്തി പഠിക്കുകയും വിശദവിവരങ്ങൾ തുടരന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഈ സൂറത്ത് തന്നെ ധാരാളമാണ് എന്നതുകൊണ്ടാണത്രേ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ കാഫിയ എന്ന് അഥവാ മതിയായത് എന്ന പേര് കൂടി കൊടുക്കാനുള്ള കാരണം. മറ്റൊരു പേരാണ് സൂറത്തുൽ ഹംദ്. അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് കൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ഹംദ് എന്ന് പേര് വെക്കാനുള്ള കാരണം. മറ്റൊരു പേരാണ് സൂറത്തു സ്വലാത്ത്. നിസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധമായും ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തു സ്വലാത്ത് എന്ന പേര് കൂടിയുണ്ട്. മറ്റൊരു പേരാണ് സൂറത്തു ദുആ. അവസാന ഭാഗത്ത് പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ടാണത്രേ ഇവക്ക് സൂറത്തു ദുആ എന്ന പേര് കൊടുത്തത്. ഇങ്ങനെ ഒട്ടനവധി പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരുകളുള്ളതും സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. നല്ല കാര്യങ്ങൾ പഠിക്കുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നാഥൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.